മറ്റു വാർത്തകൾ നോക്കാം. മലപ്പുറത്ത് 4 വയസ്സുകാരന്റെ മരണം ചികിത്സാ പിഴവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അനസ്തേഷ്യ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണം ഉണ്ടായിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ആതിര ധർമ്മരാജ് ചേരുന്നുണ്ട്. ആതിര, എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ മാസം 1-നായിരുന്നു മലപ്പുറം കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാസൽ 4 വയസ്സുകാരൻ മുഹമ്മദ് ഷാസലിനെ അണ്ണാക്കിൽ ഈ കമ്പ് കുത്തിയതിനെ തുടർന്നുണ്ടായ ഒരു മുറിവിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടോട്ടിയിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്നായിരുന്നു പെട്ടെന്ന് ഒരു മരണം സ്ഥിരീകരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബം നേരത്തെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തി. ആ ഒരു അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അനസ്തേഷ്യ നൽകിയ സാഹചര്യത്തിലാണ് കുട്ടിയുടെ ഒരു മരണത്തിലേക്ക് നയിക്കാനുള്ള ഒരു കാരണം. മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ല, അതുപോലെ തന്നെ ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഡോക്ടർമാർ ഇത് സംബന്ധിച്ച ഒരു നിരീക്ഷണവും നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ അണ്ണാക്കിൽ ഈ കമ്പ് കൊണ്ടുണ്ടായ ഒരു മുറിവ് അത് മരണത്തിലേക്ക് നയിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തമായി തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ ഈ കുടുംബം അടക്കം വലിയ ആരോപണങ്ങൾ ആശുപത്രിക്കെതിരെ ഉയർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കുട്ടിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, ഈ ഒരു മുറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ കുട്ടി മരിച്ച ഉടനെ തന്നെ കുടുംബത്തെ അറിയിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ കുടുംബം ഉയർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടെ വന്ന സാഹചര്യത്തിൽ ഈ ആശുപത്രിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനമെന്ന് പറയുന്നത്. ഈ മൊറയൂർ അരിമ്പ്ര കൊടക്കനാടൻ സ്വദേശികളായ നിസാർ സൗദാബി ദമ്പതികളുടെ ഏക മകനാണ് ഈ 4 വയസ്സുകാരൻ മുഹമ്മദ് ഷാസൽ എന്ന് പറയുന്നത്. 7 വർഷത്തിന് ശേഷമാണ് ഇവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അത്തരത്തിലുള്ളൊരു വികാരമായ ഒരു കാര്യം കൂടെ പിറകിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ തരത്തിൽ ഇനി മറ്റൊരു കുട്ടിക്ക് കൂടെ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകരുത് എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ കുടുംബം നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയുമായി ഈ ആശുപത്രിക്കെതിരെ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. ഈ ആശുപത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലേക്കുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് കൂടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇനി മുന്നോട്ടുള്ള നിയമ നടപടികളും അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത്. നിലവിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കാണ് ഈ കേസിൻ്റെ അന്വേഷണ ചുമതല. വ്യക്തമാണ്. മലപ്പുറത്ത് 4 വയസ്സുകാരന്റെ മരണത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചികിത്സാ പിഴവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അനസ്തേഷ്യ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണം ഉണ്ടായിരുന്നെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്.